അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് അദബിൽ നമുക്ക് പഠിക്കുവാനുള്ളത് പെരുന്നാളിനെ കുറിച്ചുള്ള മനോഹരമായിട്ടുള്ള ഒരു കവിതയാണ്. ഓക്കെ, നമുക്കറിയാവുന്നത് പോലെ എല്ലാ വർഷവും രണ്ട് സമയത്ത് നമ്മൾ പെരുന്നാൾ ആഘോഷിക്കാറുണ്ട്. ഒന്ന് റമളാൻ മാസത്തിന് ശേഷം ഉണ്ടാകാറുള്ള ചെറിയ പെരുന്നാളും പിന്നെ മറ്റേതൊന്ന് ദുൽഹിജ്ജ മാസത്തിൽ ഉണ്ടാകാറുള്ള ബലി പെരുന്നാളും അല്ലേ. ഏതായാലും ഈ രണ്ട് പെരുന്നാൾ ദിനങ്ങളെയും നല്ല രീതിയിൽ തന്നെ സാധാരണഗതിയിൽ നമ്മൾ കൊണ്ടാടാറുണ്ട് അല്ലേ. പുതുവസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് പള്ളിയിലേക്ക് പോവുകയും സന്തോഷത്തോടുകൂടെ പെരുന്നാൾ നിസ്കാരം നിർവഹിക്കുകയും അതിനുശേഷം കൂട്ടുകാരുടെ അടുത്തേക്കൊക്കെ ചെന്നുകൊണ്ട് സൗഹൃദം പങ്കിടുകയും അതിനും ശേഷം ബന്ധുമിത്രാദികളുടെ എല്ലാം നമ്മുടെ കുടുംബക്കാരുടെ എല്ലാം വീടുകളിലേക്ക് പോവുകയും നമ്മുടെ ബന്ധങ്ങൾ കൂടുതൽ നിലനിർത്താൻ ശ്രമിക്കാറൊക്കെയുണ്ട് സാധാരണഗതിയിൽ അല്ലേ. എന്നാൽ കഴിഞ്ഞ രണ്ട് പെരുന്നാളുകളിൽ, കഴിഞ്ഞ ചെറിയ പെരുന്നാളിലും ബലി പെരുന്നാളിലും ഇത്തരം കാര്യങ്ങളിലൊക്കെ ചെറിയ ഒരു തടസ്സം നമ്മൾ നേരിട്ടിരുന്നു. എന്താണെന്ന് വെച്ചാൽ ലോകത്താകമാനം പടർന്നു പിടിച്ചിരിക്കുന്ന കൊറോണ എന്നുള്ള രോഗം മൂലം എന്ത് ചെയ്യാൻ പാടില്ല, വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ പാടില്ല, ആവശ്യമില്ലാതെ അങ്ങാടികളിലേക്ക് ഇറങ്ങാൻ പാടില്ല എന്നിത്യാദി നിയമങ്ങളൊക്കെ നമുക്ക് പാലിക്കേണ്ടി വന്നിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രോഗത്തിൽ നിന്നും ലോകത്തെ എത്രയും പെട്ടെന്ന് കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു തആല എല്ലാവർക്കും ആ രോഗശമനം പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന് ഈ ഒരു അവസരത്തിൽ ദുആ ചെയ്യുകയാണ്. ഇനിയുള്ള നമ്മുടെ പെരുന്നാളുകളിലൊക്കെ സാധാരണത്തെ പോലെ അന്ന് ആഘോഷങ്ങൾ നടത്താനും എന്നുള്ളതുപോലെ അന്ന് കൂടുതൽ ആളുകളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് സൗഹൃദങ്ങൾ പങ്കിടാനും ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുവാനും അല്ലാഹു തആല നാം ഏവർക്കും തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആമീൻ. നിങ്ങളും നിങ്ങളുടെ ദുആകളിൽ ഈ ഒരു പ്രാർത്ഥനയും ഉൾക്കൊള്ളിക്കണമെന്ന് ഈ ഒരവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായാലും കിതാബിലേക്ക് കടക്കാം. അദ്ദർസു സാബിഉ. ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് 7ാമത്തെ പാഠമാണ്. പാഠത്തിൻ്റെ പേര് മർഹബൻ ബിൽ ഈദി എന്നുള്ളതാണ്. ഈദ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമായിരിക്കും, പെരുന്നാൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, മർഹബൻ എന്ന് പറഞ്ഞാൽ സ്വാഗതം എന്നാണ് അർത്ഥം. ഓക്കെ, മർഹബൻ എന്നുള്ളതിനോടൊപ്പം ആർക്ക് സ്വാഗതം, ആരോടാണ് നമ്മൾ സ്വാഗതം ഓതുന്നതെന്ന് വെച്ചാൽ അവിടെ ഒരു ബാ കൂടി ചേർത്ത് കൊടുക്കൽ അറബിയിലുള്ള ഒരു ശൈലിയാണ്. അങ്ങനെയാണ് മർഹബൻ ബിൽ ഈദി എന്ന് വന്നിട്ടുള്ളത്. ഇവിടെ നമ്മൾ സ്വാഗതം ചെയ്യുന്നത് ആരെയാണ്? പെരുന്നാളിനെയാണ്. അതുകൊണ്ടാണ് ഈദ് എന്നുള്ള വാക്കിനോടൊപ്പം ആ ബാ ചേർക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ മർഹബൻ ബിൽ ഈദി എന്ന് പറഞ്ഞാൽ പെരുന്നാളിന് സ്വാഗതം എന്നാണ് അർത്ഥം. ഓക്കെ, മർഹബൻ എന്ന് പോലത്തെ സ്വാഗതം എന്നുള്ള അർത്ഥത്തിലുള്ള മറ്റൊരു വാക്കാണ് അഹ്ലൻ എന്നുള്ളത്. ആ അഹ്ലൻ എന്നടങ്ങിയിട്ടുള്ള ഒരു കവിതയാണ് താഴെയുള്ളത്. ആ കവിത നമുക്കൊന്ന് പാടി നോക്കാം. ഓക്കെ. أقبل العيد فأهلا بتباشير السعود قد نعمنا بسرور ما عليه من مزيد وحبانا آبوانا بالهدايا والنقود وخرجنا نتحلى فيه بالثوب الجديد وتصافحنا بأيدينا على صدق العهود ومضينا بالتهاني لقريب وبعيد فأت يا عيد وأفرح أمة الجيل السعيد وامض يا عيد وعد باليمن في عهد حميد يا أولي القربى بقيتم للعلا في كل عيد أقبل العيد فأهلا بتباشير السعود. ഓക്കെ, മനോഹരമായിട്ടുള്ള ഒരു കവിതയാണ്. ഏതായാലും ഈ കവിതയിൽ പറയുന്നത് സാധാരണഗതിയിൽ പെരുന്നാൾ ദിനത്തിൽ നമ്മൾ ചെയ്യാറുള്ള കാര്യങ്ങളൊക്കെയാണ്. നമുക്കതൊന്ന് അർത്ഥം വെച്ച് നോക്കാം അല്ലേ. ആദ്യമായിട്ട് അഖ്ബലൽ ഈദു ഫഅഹ്ലൻ ബി തബാശീരി സുഊദി. അഖ്ബല എന്ന് പറഞ്ഞാൽ മുന്നിട്ട് വന്നു എന്നാണ് അർത്ഥം. ഓക്കെ, അഖ്ബലൽ ഈദു പെരുന്നാൾ ദിവസം മുന്നിട്ട് വന്നു. ഫഅഹ്ലൻ ബി തബാശീരി സുഊദി. അഹ്ലൻ എന്ന് പറഞ്ഞാലും മർഹബൻ എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥമാണ്. സ്വാഗതം എന്നാണ് അതിന് പറയുന്നത്. ഓക്കെ, തബാഷീർ എന്ന് പറഞ്ഞാൽ സന്തോഷവാർത്ത എന്നാണ് അർത്ഥം. സുഊദ് എന്ന് പറഞ്ഞാലോ ശുഭം, ക്ഷേമം എന്നൊക്കെയാണ്. ഓക്കെ, സഅദ യസ്അദു സുഊദൻ,
സഅദ എന്ന് പറഞ്ഞാൽ ക്ഷേമകരമായി, ശുഭകരമായി. സുഊദ് എന്ന് പറയുന്നത് അതിൻ്റെ മസ്ദറാണ്, അതായത് ക്ഷേമം, ശുഭം എന്നൊക്കെയുള്ള അർത്ഥം വരും. ഓക്കെ, അപ്പോൾ അഖ്ബലൽ ഈദു പെരുന്നാൾ ദിവസം മുന്നിട്ട് വന്നു. ഫഅഹ്ലൻ ബി തബാശീരി സുഊദി ക്ഷേമത്തിൻ്റെ സന്തോഷ വാർത്തകൾക്ക് സ്വാഗതം എന്നർത്ഥം. ഓക്കെ, അവിടെയും നമുക്ക് ബി തബാശീരി എന്ന്, അതായത് ആരെയാണോ നമ്മൾ സ്വാഗതം ചെയ്യുന്നത് അതിനോടൊപ്പം ബാ ചേർന്ന് വന്നതായിട്ട് കാണാവുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മർഹബൻ ബിൽ ഈദി എന്ന് പറഞ്ഞതുപോലെ. ഓക്കെ, ഇനി അടുത്ത വരി ഖദ് നഇംനാ ബി സുറൂരി മാ അലൈഹി മിൻ മസീദി. ഓക്കെ, ഖദ് നഇംനാ തീർച്ചയായിട്ടും ഞങ്ങൾ സുഖജീവിതം നയിക്കുന്നു. ഓക്കെ, നഇമ എന്ന് പറഞ്ഞാൽ സുഖജീവിതം നയിച്ചു എന്നാണ് അർത്ഥം. ഖദ് നഇംന തീർച്ചയായിട്ടും ഞങ്ങൾ സുഖജീവിതം നയിച്ചു. ഓക്കെ, ഫഅല എന്നുള്ളതിനെ ഫഅൽന എന്നാക്കിയാൽ ഞങ്ങൾ ചെയ്തു എന്നാകുമല്ലോ. അങ്ങനെയാണ് ഇവിടെ നഇമ എന്നുള്ളതിനെ നഇംന എന്നാക്കുന്നത്. ഓക്കെ, ബി സുറൂറിൻ സന്തോഷത്തോടു കൂടെ. സുറൂറുൻ എന്നാൽ സന്തോഷം എന്നാണ് അർത്ഥമെന്ന് നിങ്ങൾക്കറിയാമായിരിക്കും. ഇനി നമ്മൾ പെരുന്നാൾ ദിവസത്തിൽ സന്തോഷത്തോടു കൂടെ നമ്മൾ സുഖജീവിതം നയിച്ചിട്ടുണ്ട്. മാ അലൈഹി മിൻ മസീദിൻ അതിനേക്കാളും കൂടുതലുള്ള ഒരു സന്തോഷമില്ല. ഓക്കെ, മാ ഇല്ല, അലൈഹി ഈ സുറൂറിനേക്കാൾ ഇല്ല, മിൻ മസീദിൻ ഒരു അധികവുമില്ല, ഒരു കൂടുതലുമില്ല എന്ന് പറഞ്ഞാൽ ഈ ഒരു സന്തോഷത്തെക്കാളും ഇനി അധികം ഒരു സന്തോഷം ഇനി എവിടെ നിന്നും കിട്ടാനുണ്ടാവൂല എന്നർത്ഥം. അത്രത്തോളം സന്തോഷമാണ് ഞങ്ങൾക്ക് പെരുന്നാൾ ദിനത്തിൽ ഉണ്ടാകാറുള്ളത്. അതിൻ്റെ കാരണമാണിനി അടുത്ത പേജിൽ അടുത്ത വരിയിലായിട്ട് പറയുന്നത്. വഹബാന ആബവാന ബിൽ ഹദായ വന്നുഖൂദി. ഓക്കെ, നമ്മളൊക്കെ പെരുന്നാൾ ദിവസത്തിൽ മുതിർന്നവരിൽ നിന്നും കാശുകൾ വാങ്ങാറുണ്ടല്ലേ. മുതിർന്നവരൊക്കെ നമുക്ക് കാശ് നൽകാറുണ്ട്. അതായത് മിഠായി വാങ്ങാനോ അല്ലെങ്കിൽ ബാക്കിയുള്ള വസ്തുക്കൾ വാങ്ങാനൊക്കെ ആയിട്ട് നമുക്ക് കാശ് നൽകാറുണ്ട്. അതാണ് അടുത്തത് വഹബാന ആബവാന. ഹബ എന്ന് പറഞ്ഞാൽ സമ്മാനം നൽകി എന്നാണ് അർത്ഥം. ഓക്കെ, ഹബാന ഞങ്ങൾക്ക് സമ്മാനം നൽകി, ആബവാന ഞങ്ങളുടെ മാതാപിതാക്കൾ. അബുൻ എന്ന് പറഞ്ഞാൽ പിതാവ്, ഉപ്പ എന്നാണ് അർത്ഥമെന്ന് നമുക്കറിയാം. എന്നാൽ അബവാനി എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ എന്നായിരിക്കും അർത്ഥം കേട്ടോ. ഓക്കെ, അത് അങ്ങനെ അബവാനി എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ, അബവാന എന്ന് പറഞ്ഞാലോ ഞങ്ങളുടെ മാതാപിതാക്കൾ. അപ്പോൾ വാഹബാന ആബവാന ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങൾക്ക് സമ്മാനം നൽകിയിട്ടുണ്ട്. ബിൽ ഹദായ വന്നുഖൂദി ഹദിയത്തുൻ എന്നുള്ളതിൻ്റെ ജംആണ് ഹദായ എന്ന് പറയുന്നത് സമ്മാനം എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ബിൽ ഹദായ സമ്മാനങ്ങൾ കൊണ്ടും, വന്നുഖൂദി നഖ്ദുൻ എന്നുള്ളതിൻ്റെ ജംആണ് നുഖൂദുൻ എന്ന് പറയുന്നത് കാശ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ വന്നുഖൂദി കാശുകളെ കൊണ്ടും. അപ്പോൾ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങൾക്ക് സമ്മാനങ്ങളും ധാരാളമായിട്ട് നൽകിയിട്ടുണ്ട്, കാശും സമ്മാനമായിട്ട് നൽകിയിട്ടുണ്ട് എന്നർത്ഥം. പെരുന്നാൾ ദിനത്തിൽ നമുക്കൊക്കെ അത് കിട്ടാറുണ്ടല്ലോ. ഇനി ആ കാശുമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? വഖറജ്നാ നതഹല്ലാ ഫീഹി ബിസ്സൗബിൽ ജദീദി. ഓക്കെ, വഖറജ്നാ ഞങ്ങൾ പുറപ്പെടാറുമുണ്ട്. ഖറജ എന്നാൽ പുറപ്പെട്ടു, ഖറജ്ന ഞങ്ങൾ പുറപ്പെട്ടു. നതഹല്ല തഹല്ല എന്ന് പറഞ്ഞാൽ ധരിച്ചു എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ നതഹല്ല ഞങ്ങൾ ധരിക്കുന്നവരായിട്ട് പുറപ്പെട്ടു. ഫീഹി പെരുന്നാൾ ദിവസത്തിൽ, ബിസ്സൗബിൽ ജദീദി പുതിയ വസ്ത്രങ്ങൾ കൊണ്ട്. സൗബുൻ എന്നാൽ വസ്ത്രം ആണെന്ന് നമുക്കറിയാം, ജദീദുൻ എന്നാൽ പുതിയ. ഓക്കെ, അപ്പോൾ വഖറജ്ന ഞങ്ങൾ പുറപ്പെട്ടു. നതഹല്ലാ ഫീഹി ബിസ്സൗബിൽ ജദീദി ആ പെരുന്നാൾ ദിവസത്തിൽ പുതിയ വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട്. ഓക്കെ, എന്നിട്ടോ വതസാഫഹ്നാ ബിഐദി നാ അലാ സദിഖിൽ ഉഹൂദി. ഓക്കെ, തസാഫഹ എന്ന് പറഞ്ഞാൽ ഹസ്തദാനം നടത്തി എന്നാണ് അർത്ഥം. ഓക്കെ, നമ്മൾ സലാം ചൊല്ലുമ്പോഴൊക്കെ ഒരാളുടെ വലത്തെ കൈയും മറ്റേയാളുടെ വലത്തെ കൈയും തമ്മിൽ ഒന്ന് പിടിക്കുമല്ലോ, അതിനെക്കുറിച്ചാണ് തസാഫഹ ഹസ്തദാനം നടത്തുക എന്നൊക്കെ പറയുന്നത്. തസാഫഹന ഞങ്ങൾ ഹസ്തദാനം നടത്തി. ബി ഐദീന ഞങ്ങളുടെ കൈകളെ കൊണ്ട്. ബി ഐദി എന്നുള്ളത് ഒരു വരിയുടെ അവസാനത്തിലും, നാ എന്നുള്ളത് അടുത്ത മിസ്രൈൻ്റെ അടുത്ത ഭാഗത്തിൻ്റെ തുടക്കത്തിലുമായിട്ടാണുള്ളത്. ബി ഐദീന ഞങ്ങളുടെ കൈകൾ കൊണ്ട് ഞങ്ങൾ ഹസ്തദാനം നടത്തി. ഓക്കെ, യദുൻ എന്നുള്ളതിൻ്റെ ജംആണ് ഐദി, കയ്യ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അലാ സദഖിൽ ഉഹൂദി
ഞങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ്, എന്തിൻ്റെ മേലാണ് ഞങ്ങൾ ഹസ്തദാനം നടത്തിയത്? അലാ സുദഖിൽ ഉഹൂദി. അഹുദുൻ എന്ന് പറഞ്ഞാൽ ഉടമ്പടി എന്നാണ് അർത്ഥം. അതിൻ്റെ ജംആണ് ഉഹൂദ്, കരാർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ കരാർ ശരിയാണ് എന്നുള്ളതിൻ്റെ മേൽ എന്ന് പറഞ്ഞാൽ ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഅ്മിനീങ്ങൾക്ക് നൽകിയിട്ടുള്ള ഒരു കരാറുണ്ട്. അതെന്താണ്? അൽ മുസ്ലിമു അഖുൽ മുസ്ലിം. ഒരു മുസ്ലിം എന്നുള്ളത് മറ്റൊരു മുസ്ലിമിൻ്റെ സഹോദരനാണ്. അവർ ഒരിക്കലും പരസ്പരം പോരടിക്കുകയില്ല, അവർ പരസ്പരം സ്നേഹിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ എന്നുള്ള ഒരു കരാറ് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഅ്മിനീങ്ങൾക്ക് എല്ലാവർക്കുമായിട്ട് നൽകിയിട്ടുണ്ട്. ഓക്കെ, ആ ഒരു കരാർ സത്യമാണ് എന്നുള്ളതിൻ്റെ മേലിലാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്? ഹസ്തദാനം, പരസ്പരം ഹസ്തദാനം നടത്തുന്നത്. അതായത് ഒരാൾ കൂട്ടുകാർക്കും എന്നുള്ളത് പോലെ സ്നേഹം പങ്കിടുന്നവർക്കുമാണല്ലോ സാധാരണഗതിയിൽ മുസാഫഹത്ത് നടത്താറുള്ളത്, ഹസ്തദാനം ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ വതസാഫഹനാ ബിഐദീന, ഞങ്ങളുടെ കൈകൾ കൊണ്ട് ഞങ്ങൾ ഹസ്തദാനം നടത്തി. അലാ സുദഖിൽ ഉഹൂദി, കരാറുകളെല്ലാം ശരിയാണ്, സത്യമാണ് എന്നുള്ളതിൻ്റെ മേൽ. ഓക്കെ, വമളൈനാ ബിത്തഹാനി ലി ഖരീബിൻ വബഈദിൻ. ഓക്കെ, മള എന്ന് പറഞ്ഞാൽ നടന്നു, നീങ്ങി എന്നൊക്കെയാണ് അർത്ഥം. വമളൈന, ഞങ്ങൾ നടന്നു നീങ്ങി. ബിത്തഹാനി, തഹ്നിഅത്തുൻ എന്നുള്ളതിന് ജംആണ് തഹാനി, ആശംസ എന്നർത്ഥം. അപ്പോൾ വമളൈന ബിത്തഹാനി, ഞങ്ങൾ ആശംസകളെ കൊണ്ട് നടന്നു നീങ്ങി. അതായത് ആളുകളെ ആശംസിച്ചുകൊണ്ടേയിരുന്നു. നമ്മൾ സാധാരണഗതിയിൽ പെരുന്നാളായാൽ ഈദ് മുബാറക് എന്ന് നമ്മുടെ കൂട്ടുകാരോടൊക്കെ പറയാറുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ആശംസ അർപ്പിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ വമളൈന, ഞങ്ങൾ നടന്നു നീങ്ങി. ബിത്തഹാനി, ആശംസകളെ കൊണ്ട്. അതാർക്കൊക്കെ? ലീ ഖരീബിൻ വബഈദിൻ, ലീ ഖരീബിൻ അടുത്ത ആളുകളോടും, വബഈദിൻ വിദൂരത്തുള്ള ആളുകളോടും. ഓക്കെ, നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ നാട്ടിലുള്ള കുടുംബക്കാർക്കൊക്കെ നമ്മൾ ഈദ് മുബാറക് എന്ന് പറയാറുണ്ട്, ആശംസ അറിയിക്കാറുണ്ട്. എന്നുള്ളതുപോലെ നമ്മുടെ കുടുംബക്കാരെങ്കിലും ഗൾഫ് നാടുകളിലോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ ഫോൺ വിളിച്ചുകൊണ്ട് നമ്മൾ വിദൂരത്തുള്ള ആളുകളിലേക്കും ഈദ് മുബാറക് അറിയിക്കാറുണ്ട്. അതാണ് വമളൈനാ ബിത്തഹാനി ലി ഖരീബിൻ വബഈദിൻ. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഫഅ്തിയാ ഈദു വഅഫ്രിഹ് ഉമ്മത്തൽ ജീലി സഈദി. ഓക്കെ, അത എന്ന് പറഞ്ഞാൽ വന്നു എന്നാണ് അർത്ഥം. അതിൻ്റെ അംറാണ് ഇഅ്തി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഫഅല എന്നുള്ളതിനെ ഇഫ്അൽ എന്നാക്കുമല്ലോ, അങ്ങനെ അത എന്നുള്ളതിനെ ഇഅ്തി എന്നാണ് നമ്മൾ ആക്കാറുള്ളത്. അപ്പോൾ ഫഅ്തി, നീ വരൂ എന്നുള്ള അർത്ഥം ലഭിക്കും. ഫഅ്തി, നീ വരൂ. യാ ഈദു, പെരുന്നാൾ ദിവസമേ, പെരുന്നാൾ ദിവസമേ നീ കടന്നു വരൂ. വഅഫ്രിഹ്, എന്നിട്ട് നീ സന്തോഷിപ്പിക്കൂ. അഫ്രഹ എന്നാൽ സന്തോഷിപ്പിച്ചു, അതിൻ്റെ അംറാണ് അഫ്രിഹ്, നീ സന്തോഷിപ്പിക്കൂ. ഉമ്മത്തുൽ ജീലി സഈദി, ഉമ്മത്തുൻ എന്ന് പറഞ്ഞാൽ സമുദായം എന്നാണ് അർത്ഥം. ഓക്കെ, ജീലുൻ എന്ന് പറഞ്ഞാലോ തലമുറ എന്നാണ് അർത്ഥം. അതിൻ്റെ ജംആണ് അജിയാല്. സഈദുൻ എന്ന് പറഞ്ഞാൽ വിജയിച്ച. അപ്പോൾ ഫഅ്തിയാ ഈദു, പെരുന്നാൾ ദിവസമേ നീ വരൂ. വഅഫ്രിഹ്, നീ സന്തോഷിപ്പിക്കൂ. ഉമ്മത്തൽ ജീലി സഈദി, വിജയിയായിട്ടുള്ള ഒരു തലമുറയുടെ സമുദായത്തെ. ഓക്കെ, അപ്പോൾ നമ്മളൊക്കെ വിജയികളാണ്. അല്ലാഹു തആല നമ്മെ ഏവരെയും വിജയികളാക്കി തീർക്കുമാറാവട്ടെ. ഏതായാലും ഈ വിജയികളായിട്ടുള്ള ഈ തലമുറയുടെ സമുദായത്തെ നീ സന്തോഷിപ്പിക്കൂ എന്ന് പെരുന്നാൾ ദിവസത്തോട് പറയാണ് കവി ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ടോ വംളിയാ ഈദു വഉദ് ബിൽ യുംനി ഫീ അഹ്ദിൻ ഹമീദിൻ. ഓക്കെ, വംളി, എന്നിട്ടിനി കടന്നു പോകൂ. യാ ഈദു, പെരുന്നാൾ ദിവസമേ, അതായത് ഒരു ദിവസം കഴിഞ്ഞാൽ തന്നെ പെരുന്നാൾ ദിവസം കഴിഞ്ഞുവല്ലോ. അപ്പോൾ വംളി യാ ഈദു, നീ ഇപ്പോൾ പൊയ്ക്കോളൂ. വഉദ് ബിൽ യുംനി ഫീ അഹ്ദിൻ ഹമീദിൻ. ഓക്കെ, ആദ എന്ന് പറഞ്ഞാൽ മടങ്ങി എന്നാണ് അർത്ഥം. അതിൻ്റെ അംറാണ് ഉദ്, നീ മടങ്ങൂ. ഓക്കെ, അപ്പോൾ വംളി യാ ഈദു, ഓ ഈദേ നീ നടന്നു നീങ്ങൂ. വഉദ്, നീ മടങ്ങി വരൂ. ബിൽ യുംനി, യുംനുൻ എന്ന് പറഞ്ഞാൽ നന്മ, അനുഗ്രഹം എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ വഉദ് ബിൽ യുംനി, നീ അനുഗ്രഹത്തോടു കൂടെ മടങ്ങി വരൂ. ഫീ അഹ്ദിൻ ഹമീദിൻ, സ്തുത്യർഹമായിട്ടുള്ള ഒരു കരാറിലായി. ഓക്കെ, അഹ്ദുൻ എന്ന് നമ്മൾ നേരത്തെ പഠിച്ചു ഉടമ്പടി, കരാർ എന്നൊക്കെയാണ് അർത്ഥം. ഹമീദുൻ എന്ന് പറഞ്ഞാലോ സ്തുത്യർഹമായ. അപ്പോൾ സ്തുത്യർഹമായിട്ടുള്ള ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ നീ അനുഗ്രഹങ്ങളോടുകൂടെ അടുത്ത വർഷം മടങ്ങി വരൂ എന്നാണ് പെരുന്നാൾ ദിവസത്തോട് പറയുന്നത്. ഓക്കെ, ഏതായാലും നമുക്കറിയാവുന്നതാണ് അല്ലാഹു തആല നമുക്ക്
പറഞ്ഞു തന്നിട്ടുള്ള നിശ്ചയിച്ചു തന്നിട്ടുള്ള 2 പെരുന്നാൾ ദിനങ്ങളാണ് ഇവ രണ്ടും. ഓക്കെ, അപ്പോൾ അല്ലാഹു തആല നമുക്ക് ചെയ്തിട്ടുള്ള ഒരു ഉടമ്പടിയാണത്. അതായത് റമളാൻ മാസം കഴിഞ്ഞിട്ടുള്ള ഒരു ദിവസവും എന്നുള്ളതുപോലെ ദുൽഹിജ്ജ മാസത്തിലെ 10ാമത്തെ ദിവസവും പെരുന്നാൾ ആഘോഷിക്കണം. അന്ന് പരസ്പരം എല്ലാവരും സന്തോഷം പങ്കിടുകയും ഒക്കെ വേണമെന്നുള്ളത് അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുള്ള ഒരു ഉടമ്പടിയാണ്. അപ്പോൾ ആ ഒരു ഉടമ്പടി അനുസരിച്ച് അടുത്ത വർഷവും നീ അനുഗ്രഹത്തോടു കൂടെ മടങ്ങി വരണം എന്നാണ് ഇവിടെ ആര് പറയുന്നത്? ഇവിടെ കവി പെരുന്നാൾ ദിവസത്തോട് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തൊന്ന് നോക്കാം. യാ ഉലുൽ ഖുർബാ ബഖീതും ലിൽ ഉലാ ഫീ കുല്ലി ഈദിൻ. ഓക്കെ, ഉലുൽ ഖുർബ എന്ന് പറഞ്ഞാൽ കുടുംബക്കാർ എന്നാണ് അർത്ഥം. ഓക്കെ, യാ ഉലുൽ ഖുർബ എന്ന് പറഞ്ഞാലോ കുടുംബക്കാരെ, സ്നേഹിതന്മാരെ. യാ ഉലുൽ ഖുർബ കുടുംബക്കാരെ. ബഖീതും, ബഖിയ എന്ന് പറഞ്ഞാൽ ശേഷിച്ചു, നിലനിന്നു എന്നൊക്കെയാണ് അർത്ഥം. ബഖീതും എന്ന് പറഞ്ഞാലോ നിങ്ങൾ ശേഷിച്ചു, നിങ്ങൾ നിലനിന്നു എന്നൊക്കെയാണ്. ഓക്കെ, അപ്പോൾ യാ ഉലുൽ ഖുർബ ബഖീതും, നിങ്ങൾ ശേഷിച്ചു എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള അർത്ഥം എന്താണ്? നിങ്ങൾ ശേഷിക്കട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് ഇവിടെ ബഖീതും എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യാ ഉലുൽ ഖുർബ ബഖീതും, ഓ കുടുംബക്കാരെ നിങ്ങളെല്ലാവരും ശേഷിക്കട്ടെ. ലിൽ ഉലാ ഫീ കുല്ലി ഈദിൻ, ലിൽ ഉലാ ഉന്നതിയിലായിട്ട്, ഫീ കുല്ലി ഈദിൻ എല്ലാ പെരുന്നാൾ ദിവസത്തിലും. അപ്പോൾ ഇനി വരുന്ന എല്ലാ പെരുന്നാൾ ദിവസത്തിലും നിങ്ങളെല്ലാവരും ഉന്നതിയിലായിട്ട് ശേഷിക്കട്ടെ എൻ്റെ കുടുംബക്കാരെ, എനിക്ക് വേണ്ടപ്പെട്ടവരെ എന്നാണ് ഇവിടെ കവി പറഞ്ഞു വെക്കുന്നത്, കവിതയിലൂടെ പാടി വെക്കുന്നത് എന്നർത്ഥം. ഓക്കെ, ഇനി ഏതായാലും നമ്മൾ ആദ്യം പഠിച്ചിട്ടുള്ള അതേ വരിയാണ് അവസാനമായിട്ടുമുള്ളത്. അഖ്ബലൽ ഈദു ഫഅഹ്ലൻ ബി തബാശീരിസ് സഊദി. അഖ്ബലൽ ഈദു പെരുന്നാൾ ദിവസം മുന്നിട്ട് വന്നിരിക്കുന്നു. ഫഅഹ്ലൻ ബി തബാശീരിസ് സഊദി, അതുകൊണ്ട് തന്നെ ക്ഷേമത്തിൻ്റെ സന്തോഷ വാർത്തകൾക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ കവിത കഴിയുന്നു. ഏതായാലും ഈ കവിതയിൽ നമ്മൾ പഠിച്ചിട്ടുള്ള അല്പമധികം പുതിയ വാക്കുകളുണ്ട്, അവയൊന്ന് പരിചയപ്പെടാം. ഓക്കെ, ആദ്യമായി മർഹബൻ, അഹ്ലൻ എന്നൊക്കെ പറഞ്ഞാൽ സ്വാഗതം എന്നാണ് അർത്ഥം. ഈദുൻ പെരുന്നാൾ. അഖ്ബല മുന്നിട്ട് വന്നു, അടുത്തു വന്നു. തബാഷീർ സന്തോഷവാർത്ത. സഅദ യസ്അദു സുഊദുൻ ശുഭകരമായി, ക്ഷേമകരമായി. സുഊദുൻ എന്നാൽ ക്ഷേമം, ശുഭം. നഇമ എന്ന് പറഞ്ഞാൽ സുഖജീവിതം നയിച്ചു. സുറൂറുൻ സന്തോഷം. മസീദുൻ അധികം, കൂടുതൽ. ഹബാ സമ്മാനം നൽകി. ഹദിയത്തുൻ ജംഅ ഹദായ സമ്മാനം. നഖ്ദുൻ ജംഅ നുഖൂദുൻ കാശ്. തഹല്ല ധരിച്ചു. തസാഫഹ ഹസ്തദാനം നടത്തി. യദുൻ ജംഅ ഐദിൻ കൈ. സിദ്ഖുൻ സത്യം. അഹ്ദുൻ ജംഅ ഉഹൂദുൻ ഉടമ്പടി, കരാറ്. മളാ നടന്നു, നീങ്ങി. തഹ്നിഅത്തുൻ ജംഅ തഹാനി ആശംസ. അത വന്നു. ഇഅ്തി വരൂ. അഫ്രഹ സന്തോഷിപ്പിച്ചു. അഫ്രിഹ് സന്തോഷിപ്പിക്കൂ. ജീലുൻ ജംഅ അജിയാലുൻ തലമുറ. ഉമ്മത്തുൻ സമൂഹം. സഈദുൻ വിജയിയായ. യുംനുൻ നന്മ, അനുഗ്രഹം. ആദ മടങ്ങി. ഉദ് മടങ്ങൂ. ഉലുൽ ഖുർബ കുടുംബക്കാർ. അവിടെ നമ്മൾ ബൈത്തിൽ ഉലിൽ ഖുർബ എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് യാ എന്നുള്ള ഒരു വിളി അതിന് മുമ്പ് വന്നതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഉലുൽ ഖുർബ കുടുംബക്കാർ. ബഖിയ ശേഷിച്ചു, നിലനിന്നു. ഉല ഉന്നതി. ഓക്കെ, അപ്പോൾ ഇത്രയും പദങ്ങളാണ് നമ്മൾ ഈ പാഠഭാഗത്ത് പുതിയതായിട്ട് പഠിച്ചിട്ടുള്ളത്. ഏതായാലും അതിന് താഴെയുള്ള എക്സൈസ് ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, ആദ്യമായിട്ട് മുഫ്രദാത്തുൻ. ഈ പാഠഭാഗത്ത് പുതിയതായിട്ട് പഠിച്ചൽപ്പം ചില വാക്കുകളാണ് താഴെ നൽകിയിട്ടുള്ളത്. സുഊദുൻ, ഈദുൻ, ഹബ, തഹല്ല, തഹാനി, ജീലുൻ, യുംനുൻ, തബാഷീറു എന്നുള്ള 8 പദങ്ങൾ. ഈ 8 പദങ്ങളും നമ്മൾ ഇന്ന് പുതിയതായിട്ട് പഠിച്ചതാണ്. അർത്ഥങ്ങളും നിങ്ങൾക്കറിയാമായിരിക്കും. ഓക്കെ, ഇനി അതിന് താഴെ ഹൽ തഅലമു എന്ന രീതിയിൽ 3 ചോദ്യങ്ങൾ കാണാവുന്നതാണ് അല്ലേ. ഹൽ തഅലമു നിനക്കറിയാമോ? ഒന്നാമത്തെ ചോദ്യം ബിമ അഖ്ബലൽ ഈദു. ബിമ എന്തുകൊണ്ടാണ് അഖ്ബല മുന്നിട്ട് വന്നത്, അൽ ഈദു പെരുന്നാൾ ദിവസം. അപ്പോൾ പെരുന്നാൾ ദിവസം എന്തുകൊണ്ടാണ് വന്നത് എന്നതാണ്, എന്താണ് കൊണ്ടുവന്നത് എന്നാണ് ഒന്നാമത്തെ ചോദ്യത്തിൽ പറയുന്നത്.
ഓക്കെ, ഇനി രണ്ടാമത്തതോ മാതാ ഹബൽ അബവാനി, മാതാ എന്താണ്, ഹബ സമ്മാനമായിട്ട് നൽകിയത്, അൽ അബവാനി മാതാപിതാക്കൾ. അപ്പോൾ മാതാപിതാക്കൾ എന്തു കാര്യമാണ് സമ്മാനം നൽകിയത് എന്നതാണ് രണ്ടാമത്തെ ചോദ്യം. ഇനി മൂന്നാമത്തതോ മാതാ തഫ്അലു യൗമൽ ഈദി, മാതാ എന്താണ്, തഫ്അലു നീ ചെയ്യാറുള്ളത്, യൗമൽ ഈദി പെരുന്നാൾ ദിവസം. അപ്പോൾ പെരുന്നാൾ ദിവസം നിങ്ങൾ ഓരോരുത്തരും എന്താണ് ചെയ്യാറുള്ളത് എന്നുള്ള കാര്യം ഒരു 3 വരിയിലായിട്ട് നിങ്ങളതിൻ്റെ ഉത്തരം എഴുതണം. അതിൻ്റെ മുമ്പുള്ള 2 ചോദ്യങ്ങൾക്കും ഉള്ള ഉത്തരം നിങ്ങൾ കവിതയിൽ നിന്നും കണ്ടെത്തി എഴുതുകയും വേണം. ഓക്കെ, ഇനി അടുത്തത് തദക്കർ, ഓർത്തു വെക്കൂ എന്നാണ് പറയുന്നത്. അതിന് താഴെ ഒരു 6 വാക്കുകളുടെ ജംഅ വരുന്നുണ്ട്. അതായത് ജംഅ എന്ന് പറഞ്ഞാൽ ബഹുവചനം വരുന്നുണ്ട്. ഓക്കെ, ഒന്നാമത്തേത് ഈദുൻ, ഈദ് എന്ന് പറഞ്ഞാൽ പെരുന്നാൾ, ആഘോഷം എന്നൊക്കെയാണ് അർത്ഥം. അതിൻ്റെ ജംഅ അയാദുൻ. ഹദിയത്തുൻ ജംഅ ഹദായ, നഖദുൻ ജംഅ നുഖൂദുൻ, അഹ്ദുൻ ജംഅ ഉഹൂദുൻ, തഹ്നിഅത്തുൻ ജംഅ തഹാനി, ജീലുൻ ജംഅ അജിയാലുൻ. ഓക്കെ, ആ വാക്കുകളുടെ മുഫ്രദിൻ്റെ അർത്ഥങ്ങളൊക്കെ നമ്മൾ ഈ പാഠഭാഗത്ത് പഠിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ജംഅ എന്നുള്ളത് അതിൻ്റെ ബഹുവചനമായിരിക്കും. ഉദാഹരണത്തിന് ഹദിയത്തുൻ എന്നാൽ സമ്മാനം, ഹദായ സമ്മാനങ്ങൾ. ഓക്കെ, തഹ്നിഅത്ത് എന്ന് പറഞ്ഞാൽ ആശംസ, തഹാനി ആശംസകൾ, ജീലുൻ തലമുറ, അജിയാലുൻ തലമുറകൾ. ഓക്കെ എന്നുള്ള അർത്ഥങ്ങളാണ് അതിനുണ്ടാകുന്നത്. അത് നിങ്ങൾക്കറിയാവുന്നതാണ്. ഇനി അടുത്തത് ഇസ്തഅമിൽ ഫിൽ ജുമലിൽ മുഫീദ. താഴെ നമുക്ക് 4 പദങ്ങൾ കാണാം. അഖ്ബല, തസാഫഹ, തബാഷിറു, ഹബ. ഈ 4 വാക്കുകളെയും എന്ത് ചെയ്യണം, മുഫീദായിട്ടുള്ള ജുംലയിൽ പ്രയോഗിക്കണം. എന്ന് പറഞ്ഞാൽ ഈ 4 വാക്കുകളും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ സ്വന്തമായിട്ട് ഓരോ ജുംലകൾ ഉണ്ടാക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത തദ്രീബ് നോക്കാം. ബയ്യിൻ മഷാഹിദ വ മനാളിറ യൗമൽ ഈദി മഅ ദിക്രി ഇഹ്സാസാതിക. ഓക്കെ, ബയ്യിൻ നീ വിശദീകരിക്കൂ, മഷാഹിദ, മഷാഹിദ് എന്ന് പറഞ്ഞാൽ കാഴ്ചകൾ എന്നാണ് അർത്ഥം. അതേ അർത്ഥം തന്നെയാണ് വ മനാളിറ, മനാളിറ എന്ന് പറഞ്ഞാലും ഉള്ളത്. അപ്പോൾ ബയ്യിൻ മഷാഹിദ വ മനാളിറ യൗമിൽ ഈദി, പെരുന്നാൾ ദിവസത്തിലെ കാഴ്ചകൾ വിശദീകരിക്കൂ. മഅ ദിക്രി ഇഹ്സാസാതിക, ഇഹ്സാസുൻ എന്ന് പറഞ്ഞാൽ അനുഭവം, ആനന്ദം എന്നൊക്കെയാണ് അർത്ഥം. അതിൻ്റെ ജംആണ് ഇഹ്സാസാത്തുൻ എന്നുള്ളത്, അതായത് ആനന്ദങ്ങൾ, അനുഭവങ്ങൾ. ഇഹ്സാസാത്തിക എന്ന് പറഞ്ഞാലോ നിന്റെ അനുഭവങ്ങൾ എന്നർത്ഥം. അപ്പോൾ ബയ്യൻ മഷാഹിദ വ മനാളിറ യൗമിൽ ഈദി മഅ ദിക്രി ഇഹ്സാസാത്തിക, നിന്റെ അനുഭവങ്ങളും ആനന്ദങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് പെരുന്നാൾ ദിവസത്തിലെ കാഴ്ചകൾ ഒന്ന് വിശദീകരിക്കൂ എന്നുള്ളതാണ് ചോദ്യത്തിൽ പറയുന്നത്. നിങ്ങൾ അതൊരു 4 വരിയിൽ നിങ്ങൾ പെരുന്നാൾ ദിവസത്തെക്കുറിച്ച് വർണ്ണിച്ച് എഴുതണം. കഴിയാവുന്ന രൂപത്തിൽ തന്നെ അറബി ഭാഷയിൽ തന്നെ എഴുതാനായിട്ട് ശ്രദ്ധിക്കണം. ഇതോടുകൂടെ നമ്മുടെ പാഠം തീരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.